തൃശ്ശൂര്. ഈ വാളൂറയിലായിട്ട് നിൽക്കുന്ന ചുള്ളനായിരുന്നു ഇവിടുത്തെ രാജാവ്, ശക്തൻ തമ്പുരാൻ. ഈ ഗഡി വടിയായപ്പോ തൃശ്ശൂക്കാരൊക്കെ ഭയങ്കര ശക്തന്മാരായി. ഇഷ്ടംപോലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടും ഈ ചീഞ്ഞി നാരുന്ന മാർക്കറ്റിനും കുണ്ടും കുഴിയും വെള്ളക്കെട്ടുള്ള ഈ ബസ് സ്റ്റാൻഡിനും ശക്തൻ അങ്ങോട്ട് പേരിട്ടു. കുറെ പോത്തർച്ചും കള്ളും അകത്താക്കി വെടിക്കെട്ടിന്റെ ഇടയിൽ ചെന്ന് നിന്ന് എന്തോരം പന്നികൾ വടിയായാലും ഇപ്പോഴും പൂരപ്പറമ്പ് വെടിപ്പറമ്പ് തന്നെയാ. പോലീസുകാരെ കുറെ നോക്കി വെടി നിർത്തി തൃശ്ശൂർ നന്നാക്കാൻ. എവിടെ നടക്കണ്? ഇപ്പൊ സകല ഉഡായ്പകളുടെയും ഡീലിങ്സ് പൂരപ്പറമ്പിലാണ്. കഞ്ചൻ, പൊടി, കട്ടപ്പിടി, സ്പിരിറ്റ്, പച്ചക്കണ്ണൻ, ഇതിന്റെ ഒക്കെ ഇറക്കുമതിയും കയറ്റുമതിയും പൂരപ്പറമ്പ് എന്നാന്നേ. ഇതിനൊക്കെ ചില ഏമാമാര് പോരുന്നിരിക്കുന്നുണ്ടെന്നാ സർക്കാരും പറയണത്. നേരെ വെളുത്ത അന്ത്യാവോളം കരുവാന്റെ ആലയില ഒച്ചയും ബഹള. പേര് കൊട്ടേഷൻ. ഒളി സേവ ചെയ്യുന്ന ഭാര്യയ്ക്ക് ഭർത്താവിനെ പീസാക്കാൻ, ബ്ലാക്കിൽ കിടത്തുന്ന ഗോൾഡ് അടിച്ചു മാറ്റാൻ, മലപ്പുറം വഴി വരുന്ന ലക്ഷങ്ങളുടെ കുഴലടിച്ചു മാറ്റാൻ, ഗ്രൂപ്പ് കളിച്ച് വെട്ടി നിരത്തുന്നതിന് പണി കൊടുക്കുക, അമ്മായിക്ക് പഴം പുഴുങ്ങണ മാമേനെ മടക്ക് കസേരയിലിരുത്താൻ, മണ്ണ് മരം ഭൂമാഫികളെ ഒറ്റുന്നോനെ വികലാംഗ പെൻഷൻ അപേക്ഷിക്കാൻ. ഡമ്മോ, എന്നെ കൊണ്ട് വയ്യട്ട. ഇതൊക്കെ മൂടിടാൻ പറ്റിയൊരു സ്ഥലം കേട്ടാ, ലാലൂര്. ഒരു മനുഷ്യൻ അങ്ങോട്ട് അടക്കില്ല, അത്ര ബെസ്റ്റ് ചൂര. എന്തോരം ഗഡികളാണെന്നറിയോ ഡെയിലി കത്തിപ്പിടിക്ക് വടിയാവണത്. ഇതിൻ്റെ ഒക്കെ ശക്തന്മാരെ ചാപ്ലി, ചൊക്ലി, ദുർഗ, കീരി, സാബു, കുറ്റൂര്, കൊക്കാല, കഴിഞ്ഞിട്ടില്ല ചിയാരം, കണിമംഗലം, ദിവാഞ്ചി മൂല, മൈലിപ്പാട്. ഇവരൊക്കെ തൊപ്പി വെച്ച കൊട്ടേഷനായിരുന്നു മൈലിപ്പാടം. ഈ ഗഡി കാരണം വലിയ വലിയ ഏമന്മാര് ചെറിയ ചെറിയ വയമ്പും പരലും കരിപ്പിടിയും കുറഞ്ഞണ്ണിയിട്ടുണ്ട്. ഏയ്, ഈ ചെറുവകകൾ നല്ലോണം ഉണ്ടാവുന്ന 2-3 ഗുരുകുലങ്ങൾ നമ്മുടെ തൃശ്ശൂരുണ്ടെന്നേ. ഇപ്പോഴും ആ വക കാര്യങ്ങൾ തകൃതിയായിട്ട് തന്നെ നടക്കണ്ടേ. ചെമ്പ് ചുള്ളന്മാര കളിക്കാര് നിസ്സാര കളിയില്ലട്ടാ. ഇപ്പോഴത്തെ ചില ഗഡികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ചക്കമ്പൻ, സാബു ചക്കമ്പൻ. ഞാനൊരു കുരിശാണെന്നാ നാട്ടുകാർ പറയണേ. അങ്ങനെ പറയിപ്പിക്കാനായിട്ടേ ഞാൻ ഒരുപാട് പണിയെടുത്തുട്ടാ. ഇന്ന് ചക്കമ്പെന്ന് കേട്ടാ മോളിലും ചോട്ടിലുള്ളവരുടെ വീട്ടിക്കൊന്ന് പേട്ടയ്ക്കും. പണ്ട് കച്ചവടം നടത്താൻ വന്ന ബ്രിട്ടീഷുകാരെ നമ്മളെ ഭരിച്ചു. ഇന്നാ നമ്മളെ ഭരിക്കുന്ന ഒരു കച്ചവടം നടത്തണു. അപ്പൊ എനിക്കും തോന്നി ഒരു കച്ചവടം കളിച്ചാൽ എന്താന്ന്. അതും സർക്കാർ തന്നെ ഈ ഉടുപ്പിട്ടിട്ട്. ഇപ്പൊ നല്ല ബെസ്റ്റ് കളിയാ, ഒന്നും പിഴക്കണില്ല. അല്ലെങ്കിൽ പിന്നെ മൂക്കി പഞ്ഞു വെച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പളേ കർത്താവിനോട് ചോദിക്കില്ലേന്ന്, നീ ആരെ പിണ്ണാ കാട്ടണടാ തൃശ്ശൂർ അങ്ങാടിലെ CI ആയിരുന്നേന്ന്. പൂശിക്കോന്ന്. ഞാൻ സബ് ഇൻസ്പെക്ടർ രേഖ സി നായർ. ഡ്രാക്കുള ലേഡിന്നാ നാട്ടുകാർ എനിക്കിട്ടിരിക്കുന്ന പേര്. എന്താണെന്നറിയില്ല, ചിലരുടെയൊക്കെ ചോര കുടിക്കുക. എനിക്കതൊരു മോഹ.
ഞാൻ വെറും ഒരു കോൺസ്റ്റബിൾ ആയിരുന്നു. എത്ര പെട്ടെന്നാ ഞാൻ SA പോസ്റ്റിലേക്ക് ഓടി കയറിയതെന്നറിയോ? അതെന്റെ ബലം കൊണ്ടാ. മുകളിലിരിക്കുന്നവർക്ക് അത് നന്നായിട്ട് അറിയാം. ഇതൊക്കെ ടോപ്പ് ലെവൽ കളികള്. ലോക്കൽ കളി വേറെയാ. ജസ്റ്റ് ഒരു ദിവസത്തെ കാര്യമുള്ളൂ, അത് പ്രശ്നമാക്കണ്ട. ഈ മണിത്തരിന്ന് വിരിയാത്ത പൈതങ്ങളാ റൺസ് എടുക്കണത്. നേരെ വെളുത്ത 2 പുസ്തകം എടുത്ത് ബൈക്കിൽ അങ്ങോട്ട് ഇറങ്ങും. പിന്നെ അങ്ങോട്ട് കറങ്ങല. ഫെവിക്കോൾ ഒട്ടിച്ച പോലെ ഒരു കിളുന്നുണ്ടാവും പിന്നില്. ഹെൽമെറ്റും വെച്ചിട്ട് ഹോ. കുട്ടി എപ്പോഴാ കാണാതായത്? ഇന്നലെ രാവിലെ സ്കൂളിൽ പോയതാ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. മോൾക്കെപ്പോഴാ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തത്? 10ാം ക്ലാസ് പാസ്സായി. കിടാങ്ങളെ എങ്ങട്ടാ പോണേ, എന്തൂട്ടിനാ പോണേ എന്നൊക്കെ അന്വേഷിക്കാൻ തന്തയ്ക്കും തള്ളയ്ക്കും നേരല്ലല്ലോ. ഒക്കെ ബിസിനസിന്റെ തിരക്കിലല്ലേ. എന്തെങ്കിലും ചെയ്യാൻ സാറിനെ പറ്റുള്ളൂ. ഹലോ, കൺട്രോൾ റൂം കണക്ട്. ഇതിന്റെ ഇടയിൽ നമ്മുടെ മാമന്മാര് പണി തുടങ്ങും. കാണാനില്ലെന്നും പറഞ്ഞിട്ട് ഒരു കടലാസ് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ അവരായിക്കോളും. പിന്നെ കടലിൽ കടുക് പോയണവും കാര്യങ്ങള്. ലാസ്റ്റ് പെൺകുട്ടികൾ പാരച്ചൂട്ടിൽ ഇറങ്ങുമ്പോഴോ വെള്ളത്തിൽ പൊന്തുമ്പോഴാണ് എന്താ മോളെ അമ്മ അറിഞ്ഞില്ലേടി നിനക്കുണ്ടായിരുന്നത്. ബസ്സിലിറങ്ങിയത് ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നുണ്ട്. അവര് മാതൃഭൂമി സർക്കിളിൽ നിന്ന് പാസ് ചെയ്തു. ഇപ്പൊ അവിടെ എത്തും. വിട്ടോടാ, ശരിടാ, കാണാം. കേറിക്കോ. Over. Micro, white car. KL45H 5406. അല്ല, മക്കളെ അത്ര മുത്തറ തവളാച്ച് കളിക്കാണ. എന്തിനാടാ ഇങ്ങനെ ഇരുന്ന് ബിംബിഷ്ടപ്പെടുന്നത്? സാറ് നിങ്ങക്ക് കൃത്യമായ സ്ഥലം കാണിച്ചു തരാം. ഇറങ്ങടാ പുറത്തേക്ക്. ഓ, ഇനി ചേച്ചിയോട് പ്രത്യേകം പറയണമായിരിക്കും. ഇങ്ങോട്ട് ഇറങ്ങടി. നിനക്കുള്ള പണികൾ കൊണ്ടുപോയി. സാറേ, നല്ല പൊടിമീൻ കിട്ടിയിട്ടുണ്ട്. ഐസ് ഇടാത്തതാ. ഓക്കെ, ബൈ. മോങ്ങനോടി ഇളക്കം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെറ്റവരെയും പിറപ്പിച്ചവരെയും മറന്നൊരു ഇറക്കോ ഊതിച്ച് മക്കള്. സാറേ, എന്താടി ഇങ്ങനെ തല്ലാനൊന്നും പാടില്ല സാറേ, ഞങ്ങക്ക് സംഘടനയും കാർഡൊക്കെ ഉള്ളതാ. ഇറക്കി വിടടി ഇവറ്റകളെ. വടി, നമുക്ക് പോവാം. മാഡം, ആ കൊച്ചുങ്ങളുടെ കാര്യം? ആ, ഓക്കെ മാഡം, ഓക്കെ മാഡം. ഏതോ ഒരുത്തിയുടെ പേരും പറഞ്ഞ് 2 ദിവസാ നമ്മുടെ സെക്രട്ടേറിയറ്റ് പൂട്ടിയിട്ട്. ഭർത്താവിനോട് പണങ്ങിയിട്ട് നമ്മുടെ മന്ത്രി പാർലമെന്റിൽ പോകാതെ ഇരുന്നിട്ടും ഉണ്ട്. ഉണ്ടാ ആവോ ഇഷ്ട ഉണ്ടെന്നേ. പണ്ടൊക്കെ ഉപ്പിനും മുളകിനാ കളിച്ചേരുന്നത്. ഇപ്പൊ അങ്ങനെയല്ലാട്ടാ. ഇപ്പൊ സിആറിനാ കളി. സിആറിന് പണങ്ങടാ, റണ്ണിങ്ങിലാവും അല്ലേ? എരഡു പറഞ്ഞ നിനക്ക് മനസ്സിലായ? 2 ചോരാണ്ട് കേറി ഇറങ്ങി. നീ ബദീറാന്ന് വെച്ച ഞാൻ മുദീറടാ. വേണ്ട ഗടി.
എടോ അർബാബേ, അതെ, അടുത്ത ചുരം കയറും മുമ്പ് നമ്മുടെ അക്കൗണ്ട് അങ്ങോട്ട് ക്ലിയർ ആക്കിക്കോട്ടെ. അസോൾ എന്തൊരു താങ്ങൂലെന്ന്. ഞാൻ മുന്ന ഇതെന്റെ നാടല്ല, എനിക്കൊരു നാടുണ്ടായിരുന്നു. നാടെന്ന് പറഞ്ഞ കാട്. ആ നാട്ടില് എനിക്കൊരു പെരയുണ്ടായിരുന്നു. ആ പെരയില് എനിക്കെന്റെ അമ്മ ഉണ്ടായിരുന്നു. എന്റെ അമ്മ കാടിന്റെ മക്കളായതുകൊണ്ട് ഒരു ജീവി ഞങ്ങൾ ഉപദ്രവിക്കാറില്ല. അത് കാരണം എൻ്റെ അമ്മയ്ക്ക് എന്നെ പൊന്നുപോലെ വളർത്താൻ പറ്റി. ആ അമ്മയ്ക്കൊരു ദീനം വന്നപ്പോഴാണ് ഞാൻ കാട് വിട്ട് നാട്ടിലെത്തിയത്. ഞങ്ങൾക്ക് ആരെങ്കിലും കാണണമെങ്കിലോ ഞങ്ങളെ കാണണമെങ്കിലോ എത്ര യജമാനന്മാരുടെ അനുമതി വേണമെന്നറിയോ? മറിച്ച് ചുരം കയറി വെടിയിറച്ചിയും തിന്ന് കാട്ടിൽ ഉല്ലസിക്കാൻ വരുന്നവർക്ക് ആരുടെ അനുമതി വേണ്ട. 12ഉം 13ഉം വയസ്സുള്ള ഞങ്ങളുടെ അനിയത്തിമാർക്ക് തന്തയില്ലാത്ത കുട്ടികളെ ഉണ്ടാക്കി കൊടുത്തിട്ടാ ഇവർ ചുരം ഇറങ്ങുക. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ സമ്മാനം ഈ ഞാൻ. ഡോക്ടർ സാറേ, ഡോക്ടർ സാറേ, അതൊരു ചെറിയ പെൺകുട്ടിയാ. അതിന് അതിപ്പോ പെറും. അതിന്റെ കഴുത്തിൽ താലിയും ചരടും മണ്ണാങ്കട്ടി ഒന്നുമില്ല. എന്തായാലും പ്രസവല്ലേ, നോക്കാതെ പറ്റില്ലല്ലോ. റേഞ്ച് ഓഫീസറും 4 തുണക്കാരാ. ഭാരതത്തിന്റെ ഇതിഹാസം രചിച്ചൊരു കാട്ടാളനുണ്ട്, രത്നാകരൻ. അറിയില്ലേ? വാത്മീകി. ആ വാത്മീകിയുടെ തലമുറക്കാരാ ഈ ഞങ്ങൾ. ഈ ഭാരതം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാടായിരുന്നു, പെരുങ്കാട്. പിന്നീട് കാടിൻ്റെ മാറിലേക്ക് പലരും വന്നു. ആര്യന്മാർ, പറങ്കികൾ, പാഴ്സികൾ, ബ്രിട്ടീഷുകാർ, അങ്ങനെ പലരും. ഞങ്ങളുടെ മണ്ണും സമ്പത്തും ഇവരൊക്കെ കൈയടക്കി. അവസാനം മണ്ണിൻ്റെ മക്കളായ ഞങ്ങളൊക്കെ അടിമകളായി, ആദിവാസികളാക്കി. ഈ മണ്ണിൻ്റെ യഥാർത്ഥ അവകാശികളായ ഞങ്ങളെ ഒന്നുമല്ലതാക്കി. മാറി മാറി വന്ന ഭരണകർത്താക്കൾ പറയുന്നു കേരളത്തിലെല്ലാവർക്കും വീടായി, വെളിച്ചമായി, വിദ്യാഭ്യാസമായി എന്നൊക്കെ. നിങ്ങൾക്കറിയോ, കേരളത്തിൽ ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ വീടില്ലാതെ, ഉടുക്കാൻ തുണിയില്ലാതെ പുഴക്കരയിലും ഗുഹയിലുമൊക്കെ കഴിയുന്നുണ്ട്. പോഷകാഹാരങ്ങളില്ലാതെ, ആവശ്യമായ വൈദ്യസഹായം ലഭിക്കാതെ നിരവധി സ്ത്രീകളും കുട്ടികളും മരിക്കുന്നുണ്ട്. ഈ ചൂഷണം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. പണ്ട് വനവാസത്തിന് വന്ന പാണ്ഡവരെ കാടിനുള്ളിൽ അട്ടകടിക്കാണ്ടും പുലി പിടിക്കാണ്ടും അന്നവും വെള്ളവും കൊടുത്ത് കാത്തു സംരക്ഷിച്ച കാടിന്റെ പുത്രി ഹിഡുംബിക്ക് പിന്നീട് അർജുനന്റെ ജീവൻ രക്ഷിക്കാൻ കാട്ടുപുത്രനായ ഘടോത്കചൻ തന്നെ വേണ്ടി വന്നു. യുദ്ധം ചെയ്തത് ഹിഡിംബിക്കുള്ള മോന് ഘടോത്കചന്. ഇന്ത ആള് ബന്ധജന തന്നെ 10,000കണക്കിന് ആളിനമ്പ കൊന്നത്. ഈണ്ണ കൊല്ലലേ കൗരവർക്ക് ಬೇರೆ ದಾರಿ ನೋಡಕ್ಕಂದಾಯ್ತು. ആള് ജാതിക്കാരന് ഉന്ത ആഞ്ഞടിച്ചല് തമ്പ്രാമാർക്ക് എടുത്ത് നില്ലലേ കൈന്തില്ലേ. എന്റെ തങ്ക മണി, എന്റെ പൊന്ന് മണി ചിന്തരിക്കില്ലാടി. എന്തരിത് മാതങ്കി, ഈ വേദനകൾ മറ്റും വച്ചോണ്ടിരിക്കാണ്ട് വല്ല മെഡിക്കൽ കോളേജിലും കണ്ട് കാണില്ലേ? ആ മുന്നേ എവിടെ പോയി കിടക്കണേണ്? അവൻ്റെ വേഗം വരാൻ പറ. ഇവിടെ പോസ്റ്റ് വലിക്കാനും പോക്കാനും ആളില്ലാണ്ടിരിക്കണേണ്. എല്ലാരും ഉണ്ടല്ലോ. ലക്ഷ്മി, നീ മാധുവിനെ ശരിക്കൊന്നും പരിശോധിക്കണം കേട്ടാ, മറക്കല്ലേ? വയ്യ പാവത്തിന്.
സാറും വരില്ലേ? നാളെ മധു കൊടുത്തുണ്ട്. മുന്നേം കൂട്ടി വന്ന് മധു എസക്ക്. അത് ആ നായ്മാറിനെ കണ്ടിട്ട് പാടേ 2 ജിനത്താണ് കാട് കെട്ടിട്ട്. ഇനി നീ ഊരിന്ന് കോഴിനെ പിടിക്കലടാ നായ. ഓയ് അമ്മ കരുതണ്ടേ? മുന്ന എത്ര ഏളിലേ ഏന് കേളകാല. ആന ചേലായറത് എന്തിട്ടും ഒരു ബോധം ഇല്ലാതെ നടത്ത തന്നെ നടത്ത. ആ പട്ടിക്ക് പെരാന്തുണ്ടെങ്കിലാ അത് കടിക്കും. നിന്നെ ആദ്യം തല്ലിക്കൊല്ലേണ്ടത്. അതിപ്പോ പണ്ടാരണ്ട് പറഞ്ഞ പോലെ സ്വന്തം മോൻ ചെയ്തൊന്നുമില്ല. പാമ്പിനെ പിടിച്ച കാര്യം നീ അമ്മയടുത്ത് പറഞ്ഞോണ്ടല്ലോ. പാമ്പിനെ പിടിച്ചാൽ മാത്രടാ തവളേനെയും മരപ്പട്ടിനൊക്കെ പിടിക്കുന്നത് ഞാൻ പറയും. നീ ഒന്നല്ലല്ലോ ചോറ് വരുന്നത്. ആപ്പീസ് പണി കിട്ടുമാമ്പ കോളനിക്കാറ് അറ്റെല്ലാം മേളത്. ആ ആളാകുമ്പോ നായിനെയും പോത്തിനെയും എടുത്ത് നടത്താം. ബാടാ നിനക്ക് അമ്മക്കിട ഒരു സ്നേഹമില്ല. ഇവന് തേങ്ങിന് കിട്ടാൻ പോണത് നല്ല രസം. വെറുതെ നിനക്ക് ഇത്ര ശക്തി. കാര്യം കുറങ്ങിന്റെ ശക്തി എനിക്ക്. നിനക്ക് മുഖവും പോടപ്പട്ടി. സാറേ മരുന്നും വേണ്ടി വന്നു. ആ പൊക്കിക്കോടെ. ആ പോട്ടെ. എന്താണ് ഈ നേരത്തെ? എന്താ സാറേ? സുഖല്ലടാ. നമുക്ക് ഇവനെ ഇവിടെ തന്നെ അങ്ങോട്ട് തളച്ചാലോ? വിശ്വസ്തന ഇവിടെ തന്നെ അങ്ങ് നിർത്താം. പിന്നെ കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ? അതെ, ക്യാമ്പ് കഴിഞ്ഞ് വണ്ടികളൊക്കെ പോകുമ്പോ നമ്മുടെ സാധനം കൂടി അങ്ങ് കടത്തിക്കോണം. ആ അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? താൻ കേറ്, നമുക്ക് ക്യാമ്പിലൊന്ന് മുഖം കാണിക്കാം. വാടേ. ചുമയൊക്കെ നല്ലോണുണ്ടോ? കണ്ണൂർന്നേ മരുന്ന് കഴിക്കാറില്ലേ? ആളുകളൊന്നും കാണാനില്ലല്ലോ. ഇവിടെ എന്തൊക്കെ മെഡിസിൻസാ വന്നിരിക്കുന്നത്? ഇതൊക്കെ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ. മരുന്നല്ല, ഇനി സ്വർണം കൊടുക്കാന്ന് പറയും. ഇവറ്റുകൾ വരില്ല. അവർക്ക് ഈ കാട്ടിലുള്ള പച്ചമരുന്നുകളെല്ലാം പിഴിഞ്ഞു കൂട്ടിയ ഒറ്റമൂലി. അതിലാ വിശ്വാസം. എന്തു പറയാനാ? എന്താ സാറേ ഗാന്ധിജിയെ പോലുള്ള നേതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നത്? ആര് പറഞ്ഞു ലക്ഷ്മി ചെയ്തിട്ടില്ലെന്ന്? സ്വാതന്ത്ര്യം കിട്ടുമ്പോ നമ്മുടെ നേതാക്കളുടെ പ്രശ്നം ഇവിടെ ചിതറിക്കിടക്കുന്ന നാട്ടുരാജ്യങ്ങളും അതിൽ പല വർഗക്കാരും അവരിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരെ ഒരുമിച്ച് നിർത്തുക എന്നുള്ളതായിരുന്നു. ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും പട്ടേലിന്റെയും അംബേദ്കറിനെയും പോലുള്ള മഹത് വ്യക്തികളുടെ കഠിന പ്രയത്നം കൊണ്ടാണ് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. പിന്നെ CK ജാനു, അഡ്വക്കേറ്റ് പൗരൻ, ഗീതാനന്ദനെയും പോലുള്ളവർ ഇപ്പോഴും കുടിൽകെട്ടലും നിൽപ്പ് സമരവും ഒക്കെയായി രാവും പോലും കഷ്ടപ്പെടുന്നുണ്ട്. നീ വണ്ടി തിരിച്ചിട്ടോ.
പാടോ. ആ ഇവളാണ് ഇവിടുത്തെ കളക്ടർ അല്ലേ? മുതലാളി മനസ്സ് വെച്ചാ ലക്ഷ്മിനെ ശരിക്കും ഒരു കളക്ടർ ആകാം. അതെ, ഇന്ത്യയിൽ 486 സമൂഹങ്ങളാണ് ഇവരുള്ളത്. അതായത് മൊത്തം 20 കോടി. ഇവരൊന്ന് ഒരുമിച്ച് നിന്ന് പ്രതികരിച്ചാലുണ്ടല്ലോ. ഇപ്പൊ തന്നെ പോയി എടുത്താ നല്ല കണ്ണൻ തേനീച്ചയുടെ തേൻ കിട്ടും. പുതിയ സാറിന് കൊണ്ട് കൊടുത്ത വലിയ ഇഷ്ടം. അതെ, ഇന്നാളാ ചമ്പനം കൂട്ടറിയിലെ പോണുണ്ട്. ചിലപ്പോ കൂടെ അടക്കം അവരെടുത്തിട്ടുണ്ടോ ഉണ്ടാവും. നിന്നോട് എത്ര നാളെ ഇത് എടുക്കാൻ പറഞ്ഞത്? മാതങ്കമ്മ അറിയണ്ടാ. ചീനി മരത്തിന്റെ മുകളിൽ സാധനം നിൽക്കണ്ടാ. അവിടെ കൂടെ വെക്കാൻ കേറി നീ തേനീച്ച കുട്ടീനെ പട്ടിയും കൂട്ടിക്ക് കേട്ടാ. ഒരു വാണം വരുന്നുണ്ടല്ലോ. നിന്റെ അമ്മയ്ക്ക് സുഖില്ല. മുന്ന മാനെ അമ്മക്ക് ഭയങ്കര വേദനമോ ഒന്നും പറ്റതില്ലമോ. അമ്മേനെ ക്യാമ്പിലേക്ക് കൊണ്ടുപോവാ. എടുത്തോ, പിടിച്ചോ, പിടിച്ചോ. നമുക്ക് പോവാം. സാറുണ്ടോ നോക്കി. നോക്ക് നോക്ക്. അമ്മ സാറ് എല്ലാവരും കൂടെ കൂടിയിരിക്കല്ലേ? അങ്ങോട്ട് മാറിയെന്നേ. അങ്ങോട്ട് ഇറങ്ങി സാറേ. അമ്മ എന്ത് പറ്റി മാതങ്കി? ഭയ്യ സാറേ, എനക്ക് ഭയ്യ സാറേ. അമ്മ You want to stop it? I am sure it's cancer. എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് പേഷ്യൻറ്റിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. ഇവിടുള്ളവർ മരിക്കുന്നു, കുഴിച്ചിടുന്നു. ഇത് എന്ത് കാരണം കൊണ്ടാണെന്ന് ആരന്വേഷിക്കുന്നു? ഒരു മെഡിക്കൽ ചെക്കപ്പ് എങ്കിലും ഇവിടെ ആരെങ്കിലും നടത്താറുണ്ടോ? കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് പുറത്തുള്ള ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്യാന്നുള്ളത്. മാനെ മാനെ നങ്ക കോമ അമ്മക്ക് ഒരു കഴിഞ്ഞല്ലേ അമ്മല്ലേ മല എന്തല്ലേ നീ നെല്ലി മല അമ്മ നാനില്ലി മലയിലെ മനല കാര്യം ആറ് നോടു. അമ്മ ಒಂದು ಸಲ ಅಣಗಿ ಕೊಲ್ದೂಡೆ അമ്മക്ക് സൂക്കേട് തുടങ്ങിയിട്ട് കുറെ ജീനായിരുന്നു. ഞങ്ങൾക്ക് അച്ഛമ്മതൊന്നും പറ്റാകതാ തോന്നുന്നത്. ഡോക്ടർ ഏലിയച്ചയില് അങ്ങാടി ആശുപത്രിയിലോയിലോ അതുകല്ല കൊറേ പൈസ ആകൂ ബാടമാനെ. മാതങ്കി മഞ്ഞുള്ളത് അകത്തെങ്ങാൻ പോയി കിടക്കും. ചെല്ലേ, സുഖയില്ലാത്ത ആളല്ലേ? എൻ്റെ അമ്മ, എനിക്കെൻ്റെ അമ്മ അല്ലാതെ ആരും ഇല്ല സർ.
വിഷമിക്കണ്ട, ഞങ്ങൾ ചില വഴികളൊക്കെ കണ്ടിട്ടുണ്ട്. MLA നാളെ ഒന്ന് കാണണം. പിന്നെ നാളെ തന്നെ അമ്മയും കൂട്ടി ആശുപത്രി പോകണം. എവിടേക്കാ? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവിടുള്ളൂ കേട്ടാ. ആ കയറ്. അതാ ഹോസ്പിറ്റല്. $5 ചേട്ടാ. ഇപ്പോഴെങ്കിലും കൊണ്ടുവന്ന് നന്നായി. ഉള്ളിലൊക്കെ പഴുപ്പ് നിറഞ്ഞിരിക്കാനാ സാധ്യത. ഇമ്മീഡിയറ്റായി ഓപ്പറേഷൻ വേണ്ടിവരും. ക്യാഷ് കൗണ്ടറിൽ അടച്ചാൽ മതി. പേഷ്യന്റ് വാർഡിലേക്ക് മാറ്റിക്കോളൂ. ഭക്ഷണം കഴിച്ചിട്ട് ഈ ഗുളിക കൊടുത്തോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ക്യാഷ് അടിച്ചോ? പോട്ടെ. കുഞ്ഞാടേ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കുഞ്ഞാന്റെ അസുഖങ്ങളെല്ലാം കർത്താവേ നീ മാറ്റി തരണം. യേശുവേ സ്തോത്രം. സീറോ ഫിനിസ്തീഷൻ രോഗിയുടെ വിശ്വാസം പോലെയെല്ലാം നീ വിശ്വസിക്കുമെങ്കിൽ സൂര്യപ്രകാശത്തിലെ മൂടൽ മഞ്ഞെന്ന പോലെയെല്ലാം വിട്ടുപോകാൻ കർത്താവേ യേശുവേ നിന്നെ എല്ലാം കരുണയായിരിക്കുന്ന സമയം വന്നിരിക്കുന്നു. കർത്താവേ യേശുവേ സ്തോത്രം. ഈ കുഞ്ഞാടിനെ മാത്രമല്ല എല്ലാ കുഞ്ഞാടുകളെയും കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും കർത്താവ് രക്ഷിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ നിന്നെയും രക്ഷിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. യേശുവേ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെയും പ്രത്യേകം നീ രക്ഷിക്കണമേ കർത്താവേ. ಇಲ್ಲಿ ಪಟ್ಟಗ ಮಾನೆ ನಂಗಗ ಇಲ್ಲಿದು ಓಮ. സാരമില്ലമ്മ, പൈസ ഞാൻ കൊട്ടരുത്. അയ്യോ, ഒന്ന് പിടിച്ചേ. മാനെ അമ്മ, 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 എന്തെങ്കിലും ചെയ്യ്. അമ്മ, അമ്മ, ഒന്നുമില്ല അമ്മ. ഒന്ന് പിടിച്ചേ. സഹിച്ചല്ലേ പറ്റതില്ല മോ. അമ്മ, ബ്ലഡൊക്കെ ക്ലീൻ ചെയ്ത് വെന്റിലേറ്ററിലേക്ക് മാറ്റിക്കോ. അതുകൊണ്ട് വല്ല ഗുണമുണ്ടാവും സർ? ട്രൈബൽ ഏരിയക്കാരാ. ഉണ്ടാവും ഡോക്ടറെ. ഇവിടെ ഒരുപാട് സംഘടനകളും ചാരിറ്റബിൾ സൊസൈറ്റികളും ഒക്കെ ഉള്ളതല്ലേ രോഗികളെ സഹായിക്കാൻ. പിന്നെ സർക്കാർ ഇവർക്ക് വാരിക്കോരി കൊടുക്കുന്നില്ലേ? ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്.
ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, ചിലപ്പോൾ ഒന്നുകൂടി വേണ്ടി വരും. പെട്ടെന്ന് കുറച്ച് ക്യാഷ് കൂടി അറേഞ്ച് ചെയ്തോ. വണ്ടിക്കട വീട്ടിൽ പോടാ. എത്ര തവണ കീഴടങ്ങി ഒരു കാര്യമില്ല, പറഞ്ഞാൽ മനസ്സിലാവണ്ട. അമ്മ ആശുപത്രിയിൽ കുറച്ച് കാശ്. പോടാ പോടാ അവിടുന്ന്. കുഞ്ഞാട്ടുകളെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപരന്റെ വീഴ്ചയ്ക്ക് കാരണമാകുന്ന രീതിയിൽ ആരും തന്നെ ഭക്ഷിക്കരുത്. അവിടെ വെക്കണോ? കർത്താവ് നിന്നെ രക്ഷിക്കട്ടെ. അത് കുഴപ്പമില്ല. ശരി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് കുഞ്ഞാടെ? ഉള്ളവനില്ലാത്തവന് കൊടുക്കട്ടെ. കാശ് നാളെ തരാട്ടാ. ഒരു വടം ചായം കുടിച്ചാൽ കാശ് വെച്ച് പോയാൽ മതി. കുഞ്ഞാടെ, വിട്ടുവീഴ്ച മനോഭാവമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലുത് കുഞ്ഞാടെ. അതെ, ഒരു കുഞ്ഞാടും ഇല്ല, കാശ് വെച്ച് പോയാൽ മതി. വീണ്ടും കുഞ്ഞാട്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ നന്ദി. 5000 പേര് കൂട്ടിയ കർത്താവേ, ഒരു കടക്കാരനോട് നിന്റെ കാശ് വെച്ചില്ലേ? എന്താ വല്ല തന്നേൽപ്പിച്ചണ്ട കൈ നീട്ടാൻ? അമ്മയ്ക്ക് വയ്യ, ആശുപത്രിയില്ല, ഓപ്പറേഷന് കാശില്ല. കാശില്ലെങ്കിൽ ചെയ്യണ്ടാ. അതെ, നാളെ അച്ഛന് ഗർഭമെന്ന് പറഞ്ഞ വരരുത് കേട്ടാ. ഞാൻ ബില്ലടിച്ചിട്ട് തരാം. എന്താണ് കട തുറന്ന് നടക്കുന്നവർ ഇങ്ങനെയാ. ഈ കിട്ടുന്ന കാശൊക്കെ ബാറിലേക്കാ. എത്രയായി? 100 രൂപ. ഐസ്ക്രീം എങ്ങനെയായിരുന്നു? എനിക്ക് ഇഷ്ടായി. ഫുഡ് കുഴപ്പമില്ലല്ലേ? ഇനി എന്താ പരിപാടി? പോണ വഴിക്ക് നമുക്ക് ആ മേഴ്സിയുടെ വീട്ടിലൊന്ന് പോവാം. കൊറേ നാളെ ഞങ്ങൾ ചെല്ലാൻ പറഞ്ഞിട്ട്. പെട്ടെന്ന് പറഞ്ഞിട്ടാ, അവിടെ വർത്താനം പറഞ്ഞിരിക്കോ? മോള് എവിടെ നോക്കി? മോള് മോളെ 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 ആരുണ്ടാക്കി വിട്ടതാണ് അവനെ? ഒരേ പേട്ടകൾ ഇറങ്ങിക്കോളൂ. ഓടാണ് അയ്യോ മോളെ മോളെ പൊന്നു മോളെ. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ആരാ ഹോസ്പിറ്റലില്? അമ്മ, ഓപ്പറേഷന് കാശില്ല. വാ കേറ്. നിക്കടാ, നീ എങ്ങിട്ടുണ്ടാ? പൈസ എടുക്കടാ. എടുക്കാനല്ല പറഞ്ഞ വേണ്ട. പേഷ്യന്റ് റൂം. അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അവിടെ പോയി ചോദിക്കേ. ഓരോരുത്തന്മാര് വന്ന് ചോദിക്കുവായിരുന്നു. കാശ് അവിടെ കൊടുക്ക്. അപ്പൊ ശരി ചേട്ടാ. ആ ട്രൈബൽ പേഷ്യന്റിന്റെയാ. ഇതുകൊണ്ടൊക്കെ എന്താവാനാ? നിങ്ങളുടെ കൂടെ വേറെ ആരും വന്നിട്ടില്ലേ?
ആ ട്രൈബൽ പേഷ്യന്റെ കക്ഷി പുറത്തിരിപ്പുണ്ട്. അയാളുടെ കയ്യിൽ ഒന്നുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിൽ അയാളുടെ അമ്മയെ മോർച്ചറിയിലേക്ക് മാറ്റിക്കോ. എന്നിട്ട് ഈ ബോഡി വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്തോ. ഓക്കെ? ഓക്കെ സർ. സാറേ, ഒരല്പം ക്രിറ്റിക്കലാ, എന്നാലും നമുക്ക് നോക്കാം. സോറി, ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു. ഹോസ്പിറ്റൽ ബിൽ പേ ചെയ്ത് ബോഡി റിലീസാക്കാൻ നോക്ക്. മിസ്റ്റർ, വലിയ പെർഫോമൻസ് ഒന്നും കാണിക്കണ്ട. പലരുടെയും അമ്മമാർ മരിച്ചത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും. ഇയാളെ പിടിച്ച് പുറത്താക്കണം. പുല്ലാന്നാ തോന്നണേ. എന്താണ് അവിടെ ഇരിക്കണേ? ചോദിച്ചാ കേട്ടോടാ. അമ്മ ആശുപത്രിയില്ല. കാശില്ലാത്തോണ്ട് അവരമ്മനെ തന്നില്ല. എന്നിട്ടാ നായന് മനെ നീ ഇവിടെ ഇരിക്കണേ? പോയി അമ്മയുടെ അടുത്ത് ഇരിക്കണ. അമ്മ മരിച്ചു സാറേ. കണ്ണിക്കണ്ട തേവിടിച്ചൊക്കെ ഉണ്ടായി അങ്ങനെ ഉണ്ടാവും. ഒഴിച്ചിനാ പുറമ്പോക്കൊല്ലും കിട്ടൂല. ഒറ്റ തള്ളക്ക് പറയണ്ട വിലച്ചട്ടി മോനെ. നീ പോലീസുകാരനെ തന്തയ്ക്ക് വിളിക്കലടാ. സാറന്മാരെ ഇങ്ങനെ ചവിട്ടി അവൻ ചത്തുപോകും. സെക്ഷൻ 30 വിട്ടേക്ക്. വിട്ടേക്കടാ. വെറുതെ ചവിട്ടിക്കൂട്ടില്ലേ പണിയാവും. ചെന്ന് കാണിച്ചു കൊടുക്ക. എനിക്ക് ഡോക്ടർ ഒന്ന് കാണണം. ഓക്കെ. സിസ്റ്റർ, ഇഫ് ഡോണ്ട് മൈൻഡ്, തിരക്കിലല്ലോ? അല്ല മാം. I want to ask about the boy who's sitting outside. May I talk to your senior doctor? ഡോക്ടർ വാർഡില മാം. It's very urgent. ഓക്കെ,
അവിടെയാണ്. ഡോക്ടർ, യെസ് ഓക്കെ ക്യാരി ഓൺ. യെസ് ആക്സിഡന്റിൽ മരിച്ച രാഘവന്റെ ബന്ധുക്കൾ വന്നിട്ടുണ്ട്. അതിന്റെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞാണല്ലോ. ഡോക്ടർ, യെസ് അയാൾ എന്താ അവിടെ ഇരിക്കുന്നത്? ഓ അതോ, അയാളുടെ അമ്മ മരിച്ചു. ബോഡി മോർച്ചറിയിലുണ്ട്. നീ ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ പ്രയോജനം? മരിച്ചൊരു തിരിച്ചു വരുവോ? നീ ഇനി ചെയ്യേണ്ടത് അമ്മയുടെ ബോഡി ഏറ്റുവാങ്ങുക. എന്തെങ്കിലും കർമ്മം ഉണ്ടെങ്കിൽ അത് ചെയ്ത് സംസ്കരിക്കുക. ഇത് കൊണ്ടുപോയി നീ വിൽക്കുകയോ പണയം വിൽക്കുകയോ എന്താന്ന് വെച്ചാ ചെയ്. എന്നിട്ട് ബില്ലടയ്ക്ക്. വിഷമിക്കണ്ട, ഇത് ഞാൻ അറിഞ്ഞു തരുന്നതാ. സാധനം തട്ടാനാ മൂശേരെ നോക്കിയേ. സാധനം തട്ടാൻ തന്നെയാ. എന്തൊരു വശപ്പശകണ്ടല്ലോ. ഞാൻ സ്റ്റേഷനിലേക്ക് ഒന്ന് കുത്തിയേ. ഒന്ന് ഇറങ്ങി പാടോ വേഗം. ആ ഇവനാണോ ആള്? വിളിച്ചു കയറോട് ജീപ്പില്. പോരെ. ശരി സാർ. ഞാനൊന്നും ചെയ്തിട്ടില്ല. നിന്നെ തല്ലലട കഴിവരുടെ മോനെ കൊല്ലല്ലോ. നീ ഞങ്ങളെയൊക്കെ മാറ്റതാക്കിയല്ലേ? എന്റെ അമ്മ. നിന്റെ അമ്മ നിനക്ക് മാട്ടുമാരണൊക്കെ അറിയാലേ? പോലീസുകാരാണോ നിന്റെ കളി? സ്റ്റോപ്പ് ഇറ്റ്. ആരുടെ പിണ്ട വെക്കാനാണോ എല്ലാരും കൂടെ അവനായിട്ട് ഇങ്ങനെ ചതയ്ക്കുന്നത്? കൊല്ലാനാണെങ്കിലേ ആ ചിമ്മിനി ഡാമിലേക്ക് കൊണ്ടേ തല്ലിക്കോ. ഇവിടെ വേണ്ട. ഉടുപ്പിട്ട കുറെ സത്യവാൻമാൻ ഇറങ്ങിയിട്ടുണ്ട്. മാഡം, ഇവൻ ആള് ഭയങ്കര ഉണ്ടച്ചുരുട്ടാ. ഇവൻ നമ്മളെ മറ്റവനാക്കിയോനാ. ഇത് കണ്ടോ മാഡം? ഇത് അടിച്ചു മാറ്റി മുങ്ങാനുള്ള പരിപാടിയായിരുന്നു ഇവന്റെ. കടയിൽ വിൽക്കാൻ കൊണ്ടുവന്ന. അപ്പൊ എനിക്ക് എന്തോ മണത്തു. ഇങ്ങോട്ട് താടോ. കോട്ടു സൂട്ട് വിട്ട് ഓരോരുത്തന്മാര് കിലോ കണക്കിന് സ്വർണം കൊണ്ടുവരുമ്പോ നിങ്ങൾക്കൊന്നും മണക്കില്ല. വല്ലോനും മക്കൾക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിയോ പുസ്തകം മേടിക്കാൻ വേണ്ടിയോ ഒരു പണത്തുകം കൂടി എടുത്തോണ്ട് വരുമ്പോ നിങ്ങൾക്കൊക്കെ മണക്കൂല്ലേ? പുണ്യാളന്മാരല്ലേ തൃശ്ശൂര് സ്വർണ്ണ കച്ചവടത്തിന് ഇരിക്കുന്നവര്. അവന്റെ വായിലേക്ക് ഇത്തിരി വെള്ളം ചാമ്പടാ. ചിലപ്പോ പോയിട്ടുണ്ടാവും. ഇതവന് ഞാൻ കൊടുത്തതാ. ചത്തു മോർച്ചറി ചെയ്യാനിട്ടിരിക്കുന്ന അവന്റെ തള്ളയുടെ ശവം അടക്കാൻ. അച്ഛൻ ചത്താലും ഒരു ഒഴിവില്ലാന്ന് പറഞ്ഞതുപോലെ ആള് ചത്താലും ആശുപത്രിക്കാർക്ക് പണമല്ലേ വേണ്ടൂ. എന്തായാലും ഇത് നിങ്ങൾ തന്നെ എടുത്ത് ഇതിന്റെ കാശ് അവന് കൊടുക്ക്. പിന്നെ പണിക്കൂലിക്കും വെട്ടിക്കിഴിവിനൊന്നും നിൽക്കണ്ട. ആ എന്താടോ വഴി കൊഴിയോ അവൻ? പാവി ചെന്നിടം പാതാളം എന്നൊരു ചൊല്ലുണ്ട്. ഇങ്ങനെയൊക്കെ അനുഭവിക്കണമെന്ന് നിന്റെ ജാതകത്തിലുണ്ടാവും. അമ്മ
ഇനി എന്താ പരിപാടി? കേറിക്കോ. ആരണ്ടി അവിടെ? ചേട്ടാ പൂത്തിരി കണ്ണനാ. നപ്പ് സിനിമ നപ്പയാണ്. എന്താ സാറേ? ഷാജു എവിടെടാ? ഇപ്പൊ വിളിക്കാം. ഓ പുത്തമ്പള്ളിയിലെ കുരിശാന്ന് തോന്നുന്നുണ്ട്. കടവുളേ ഷാജു വേണ്ട, കടവുൾ ഷാജു. കാലനോടും കഴുകനോടും കടവുൾ ഷാജുവിനോടും കള്ളം പറയരുത് ട്ടാ. ആ പറകടി. കടവുളേ ഷാജിയെ ആരത്? എന്താ പന്നി? ആ പോലീസ് നെയ്യ് വന്നിട്ടാ. അല്ല സാറേ, കൊണ്ടുപോകാൻ വന്നാണോ അതോ വല്ല കോളായിട്ട് വന്നാണോ? അല്ല, കുറച്ച് നാളായിട്ട് ഈ ഉണക്കമീനും ചമ്മന്തിയാണേ, അതുകൊണ്ട് ചോദിച്ചതാ. ഇതേതാ സാറേ ഉടുമ്പ്? പേർക്കി ഒളിച്ചെളിക്കിയ പാത്രം പോലെ ഉണ്ടല്ലോ സ്റ്റെവന്റെ മോന്താ. സാർ ഇറക്കിയിട്ടില്ല? എന്റെ ഇറക്കലും കയറ്റലൊന്നും നീ തപ്പണ്ട. നീ ഇവനെ കളിപ്പിക്കാൻ പറ്റുമോ നോക്ക്. ഓ, അപ്പൊ ബാലവാടിയ കേസല്ലേ? നമുക്ക് പണിയാവോ സാറേ? ഭയങ്കര പണിക്കാരനല്ലേ നീ? കൂടായി പെറക്കി എനിക്കിട്ട് പണിയാണ്ടിരുന്നാ മതി. ഓ, നമ്മളെ കൊണ്ട് പറ്റണതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊരു പീസാണ്ടാവള്. ദിവസം ദിവസം ചെല്ലുന്തോറും പഴുത്ത് വരാനുള്ള. അതേടാ, യൂണിഫോം അഴിച്ചു വെച്ചാലേ ആ പൊരിടാവിനെ കണ്ട വെള്ള പേപ്പറിൽ നമ്മൾ കറുത്ത മഷ കൊണ്ട് ഒപ്പിട്ട പോലെ ഉണ്ടാവും. അട്ടറച്ചിറക്കല്ലേ? മൂത്രത്തിൽ കല്ലൂരിട്ടാ. എവിടെയായിരുന്നാവോ കളി? ഇന്നലെ അയാൾ ഉറക്കിയിട്ടില്ല. ഫുഡ് എത്തിയില്ലേ? കൊണ്ട് നക്കിക്കോളാൻ പറ. ഞാൻ കൊണ്ടുവന്നിട്ട് വേണ്ടേ? ഇതേതാ പുതിയൊരു ചോക്ലി? ഇപ്പൊ പറ്റതാടി. എന്തേ നിനക്ക് വേണാ? വേണ്ടാട്ടാ വേണ്ടാട്ടാ, എന്റെ അടുത്ത് നീ കയറി പൂക്കാൻ നിക്കണ്ടാ. ഞാനിങ്ങനെ പൂക്കണ കാരണം നീ നിന്റെ ചോക്ലികൾ 4 നേരം ഞെണ്ണി അപ്പിട്ട് നടക്കണേ. വയറ്റിൽ നേരം നിരക്കാണ്ട് പോയി ഞെണ്ണിക്കടാ. വേണ്ട ഞണ്ണ് അപ്പിടാൻ ഊരാന്നുള്ള ദൈവേ, വായിരിക്കുള്ളതും തരുട്ടാ. എന്തുകൊണ്ട് ഷാജു അവിടെ വന്ന് കേറിയപ്പോഴേക്കും തുടങ്ങിയ ചലക്കില് കേറിപ്പോടി അകത്ത്. ഞാനല്ല, ഈ ചൊക്ലിയാണ്. വല്ല ആന്റിപ്പാറ മേടിച്ച് കഴിക്കണ്ടേ ഷാജുവേ? വൈറ്റിലെ ഗ്രഹണി പോട്ടെ, അങ്ങനെ കേറിപ്പോടി. അവന് വട്ട. അയ്യടാ, ഇപ്പൊ ഭ്രാന്ത് ചങ്ങലക്കായ കേറി പോയാരങ്ങട്. ഓ അയ്യോ, കുത്തിക്കേറ്റാ ഒരു പൊതി എനിക്ക് മാറ്റി വെക്കിട്ടാ. അതൊക്കെ മാറ്റി വെക്കാം. അയ്യോ മീന്തല. ഈ എച്ചില് പിശാചോള് കാരനാ അവൾ എന്നെ നെഞ്ഞത്ത് പൊങ്കളോടിക്കണേ. അത് വീടെന്റെ കടവളെ ഒന്നില്ലെങ്കിൽ കടവളുടെ പെങ്ങളല്ല അവള്. എന്നാ നീ അവളെ കെട്ടിക്കടാ. ആ എഞ്ചിൻ പൊളിഞ്ഞ വണ്ടിക്ക് നമ്മുടെ മേ കെട്ടിക്കിട്ടാ. കടവളെ കടവളെ കടവളെ. യന്ത്ര നീ പെരിച്ചയുടെ മാരി കിടന്ന് പരിങ്ങണേ. അത്രേ ഉള്ളൂ. വേണമെങ്കിൽ കെട്ടിറക്കി വസ്ത്രം മാറി എന്തുണ്ടെങ്കിലും ഞണ്ണിക്കടാ. ഒരു ചാളയിൽ കിട്ടറ കണ്ടില്ലേ കഴുകന്മാരുടെ മാതിരി ആക്രാന്തം കാണിച്ചിരണേ. തിന്നറാ തിന്നറാ തിന്നണേനാ പാലാട്ടിയാ മതി. അതാട്ടാ എനിക്ക് വല്യട്ടാ, വേണേ തലാട്ടാ. കടവുളേ ഓപ്പറേഷൻ തകർത്തിട്ടാ. നിങ്ങള് കടവുള്ള മുത്തോളടാ മുത്തോള്. കേറ്റിക്കടാ. കടവുളേ അടിച്ച് കഴിച്ചാട്ടു.
ഇനി കടവുളുടെ പേര് കേട്ടാ വീയൂരി എടുത്ത് വിറയ്ക്കും. ജയിലെടുക്കണ ഒരു കേക്കണ്ട. മിണ്ടാണ്ടിരിക്കരാ. ഇവനെങ്ങനെ കാച്ചി ഇയാളെ ചാമ്പ്യൻ അടിച്ച് പീസാക്കിണ്ട്. കൊഴപ്പായ കടവളെ അത് കൊട്ടേഷൻ തന്ന കിടിയല്ലേ? ഒരാലുവ കഷ്ണം പിന്നെ പീസാക്കിയേ കൊറേ തെമ്മിട്ടിയുള്ള ഇറങ്ങിയിട്ട് സ്റ്റോന്റെ കൂടെ. ഒരു കാലിലെ പീസാക്കിയോ? ആളെ പൂശിണ്ട്. ഓ തേങ്ങ. ഈ ഡാഷുള്ള കൊണ്ട് തോറ്റുള്ള ദൈവേ. മേടിച്ച് കാശും ചെലവായി. ഈ കൊട്ടേഷൻ തന്നവരോട് ഞാൻ എന്തുട്ട് സമ്മാനം പറയാ? അതിന് ഞാൻ ആര് ചോദിക്കാൻ വരാനാ? അവനെ കാച്ചില്ലേ? അതന്നെ ചാപ്പട്ടകള് എന്ന് നോക്കാൻ പറഞ്ഞാൽ കേറി നോക്കിയിട്ട് വരല്ലോ. പശു ചതും മോരിലെ പുളിയും പോയി പറഞ്ഞ മാതിരി. ഈ പുല്ലന്മാരെന്തിട്ട് കാണിച്ചിട്ടുണ്ടാവോ? കടവുളെ സാധനം പൊക്കിട്ടോ. ആ ചിത്തൂറ്റി ഇതിലുണ്ട്. ഇവിടെ സ്കൂട്ടാക്കാനാ പറഞ്ഞേ. അതറാ എന്നിട്ട് വേണം ആർച്ച് ഓർഡർ വന്നിട്ട് എന്റെ മെക്കെട്ട് കയറാൻ. എന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. ഇലക്ട്രിക് പോസ്റ്റ് പോലെ നിൽക്കണ എന്നെ ചാമ്പാളില്ലേ? ബ്രൂസ്ലി അവന്റെ അളിയൻ ജെറ്റ്ലിയും. നഫുട്ടി ഫുഡാട്ടാ. കിട്ടണല്ലേ? അപ്പുറത്തോണ്ടായി കളഞ്ഞാടാ. അത് നീ തിന്നത് എടുത്ത് പഠിക്കട്ടാ. ഇതും കൂടി പിടിച്ചു. ഈ കാണിക്കണേ നീ എന്നിട്ട് പ്ലേറ്റ് നക്കാൻ കൊണ്ടുപോവാ. എന്തിട്ട് കുറിച്ചണോ? ആ പറ ബഷീർക്കേണ്ട. ആ എന്തേക്കാ? ആ ഒരു ക്വാർട്ടറിനുള്ള കളി വന്നിട്ടുണ്ട്. സോഡ നീ പൊട്ടിക്കണം, പറ്റുമോ? കളി അകത്താ പുറത്താ? പറമ്പിലാണ്ട പാർട്ടി എൻ്റെ ഒപ്പം ഉണ്ട്. ശരി. ബഷീർക്ക് ഒരു ലൈൻ വലിച്ചിട്ടുണ്ട്. ആ ഉടുമ്പിനെ കൂട്ടിക്കോ. കടവുൾ, ബഷീർക്ക, ബാലേട്ടൻ, കാരാമ, കൂരി സലീഷ്, ചിപ്പു, ചേള, ഇവിടെ വെച്ചാ ഇവരൊക്കെ ഞാൻ പരിചയപ്പെടുന്നു. ഇത് പുല്ലാങ്കുഴി സെയ്ത് മുഹമ്മദ്. ഗൾഫിൽ നിന്ന് വന്ന് പലിശക്ക് കൊടുത്തിട്ട് മൂഞ്ചിരിക്കുക. കഴിഞ്ഞ കൊല്ലം വന്നപ്പോ കൊടുത്ത ആദ്യം 1-2 മാസത്തെ പലിശ കിട്ടി. ഇപ്പൊ പലിശ ഇല്ല, മുതലും ഇല്ല. അതെ കടവുളെ, 10 ഉണ്ടി കണക്കാക്കിയാൽ തന്നെ 8-9 മാസത്തെ 6 ലക്ഷം രൂപ വരും. നോക്കിയാ നന്നായി കളിച്ച അളിയൻ, അല്ലെങ്കിൽ തെക്കുന്ന് വന്ന വളിയൻ. എനിക്ക് മുതൽ കിട്ടിയാ മതി. കോറൊരുക്കോ കടവുളെ? അക്കാശേട്ടീൻ തെറിക്കുമാ ശിവനൊന്ന് സല്യൂട്ട് ചെയ്തോട്ടാ. പഴയ കളിക്കാരനാ. ഈശ്വര അവൻ അക്രമ നോക്കിയിടന്നോ? വഴിക്ക് വേണ്ട. വടക്കുന്നാഥാ, എല്ലാം നടത്തുന്നാഥാ. 5 രൂപ വേസ്റ്റ് ആക്കല്ലേ. എന്തുട്രാ ഒന്ന് പറഞ്ഞിട്ടടിച്ചൂടെ? കർത്താവേ, അല്ല സോറി, മുടക്കുന്നതാ. 1 2 3. മുമ്പിൽ കയറ്. വേഗം ആരുമില്ലല്ലേ? ഒക്കെ പോയാ? പോവാ.
എല്ലാരും സ്നാപ്പ് അടിച്ചില്ലേ? ഇനി കാര്യം, ആരാന്റെ കീശയിലെ കാശും വാങ്ങി 1-2 കൊല്ലായിട്ട് തിരിച്ചു കൊടുക്കണില്ല വെച്ചാ അതൊരു ജാതി ഈച്ച റോളല്ല എന്റെ റപ്പായേ. ആരാ അത് ചോദ്യം. ഷാജു, കടവുൾ ഷാജു. തൃശ്ശൂക്കാരെങ്ങനെ വിളിക്കുക? കാലനോടും കഴുകനോടും കടവുൾ ഷാജുവിനോടും കളിക്കരിക്കോ എന്നാണല്ലോ വചനം. മത്തായി 12:14. കാശ് മേടിച്ചു, 2-3 തർക്കം മുടങ്ങാതെ കൊടുക്കുകയും ചെയ്തു. പിന്നെ പറ്റിയില്ല, കൊടുക്കാം. തനിക്ക് തോന്നുമ്പോഴാണ് ഉറപ്പായ സദ്യ കഴിഞ്ഞിട്ട് മോരം തൊട്ട ചന്തി കഴുകാനാ? അല്ല പിന്നെ. ഷാജി ഇവിടെ വന്നിട്ടുണ്ട്. നീ ആ കാശും കൊണ്ട് വേഗം ഇങ്ങോട്ട് വന്നേ. നമുക്ക് അവന്റെ ഇടപാട് ഇപ്പൊ തന്നെ അങ്ങോട്ട് തീർത്തു വിടാം. கடவுள் பாதி மிருகம் பாதி கலந்து செய்த கலவை நான். உள்ளே மிருகம் வெளியே கடவுள் விளங்க முடியா கவிதை நான். കൊച്ചി എന്നല്ലേ? It's Kochi, bro. എന്താടാ വന്നി? നമ്മുടെ ഉറപ്പായി ഭാര്യനെ പേറ്റിനുകൊണ്ടോ വന്നതാ. എന്നാ പലഹാരം കൂടി താങ്ക് യു. ഓടിക്കോടാ, ഒഴിമാറടാ മുണ്ടക്കൽ ശേഖര. മസിൽ പിടിച്ച് കണ്ട് പോയി കടവുള് വിട്ടു. ഓടിക്കോടാ, ഈ കാവടി ഇതുവരെ ഓടിയില്ലേ? ഞാനെങ്കിൽ ഓടിക്കടാ, ഇല്ലെങ്കിൽ തന്നെ അവർ പഞ്ഞിക്കിടും. ഓടിക്കടാ. ഓടി ഓടി പട്ടിയായി. കടവുൾ പാതി പെരുകും പാടിയവനെ വെല്ലും വീരനാൻ. കടവുൾ പാതി പെരുകും പാടിയവനെ വെല്ലും വീരനാൻ. Down, 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 down,
വണ്ടി കേറാ. വാ വാ അവര് പോയി കൊണ്ടുപോടാ. വാടാ അവര് പോയടാ. ഇനി ആരെങ്കിലും കൊണ്ടുവാ 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 കൊണ്ടുവാ. പിടിക്കടാ. താങ്ങ താങ്ങ. വേഗം കൊണ്ടുപോയോ? വേവാ പിടിക്കടാ. പിടിക്കേ. അപ്പിന്റെ ഉണ്ടാ ചവിട്ടണ്ട. ആ നന്നായി കിട്ടിണ്ടല്ലോ. ഇന്ന് എവിടുന്നാ തടഞ്ഞേ? ശക്തൻ സ്റ്റാൻഡീന്നാ നല്ല മട്ടാഞ്ചേരി ഇടി. കണ്ടറിയണ്ട് ശരിക്കും പണി കിട്ടിയില്ലേ? ഒരെണ്ണം മിസ്സാക്കിയിട്ടില്ല. മിടുക്കനാ. കാരാമേ ആ പന്നീർ അണ്ണാക്കിൽ വല്ല പിണ്ണാക്ക് തിരികെ കൊടുത്തേ. ഓടാണ്ട് ഇവിടെ ഒന്ന് കിടന്ന് മോങ്ങ കാവടി. ആ തമ്പാൻ കടവല് വല്ല ബൂസ്റ്റ് ആയിരുന്നെങ്കിൽ ഭസ്മനെ ചേതാ ഭസ്മം അല്ലറാ കടവളെ. അപ്പോ നെടുപുഴന്ന് കിട്ടിയതോ? തൃശ്ശൂർ പോരല്ലേ കംപ്ലീറ്റ് കുഴിമിന്നിയായിരുന്നു. ഇതിപ്പോ കിട്ടിയതൊക്കെ ചീള് കേസല്ലേ. ആ സാറേ എന്തിയടാ എന്റെ സാറേ ഈ ഉടുമ്പനെ പേര് കളയുന്ന തോന്നണട്ടാ. ഇന്നേ ഒരു ടീം കടവുൾ ഷാജി പിടി കൊടുത്തിട്ടില്ല. നിർത്തടാ. കിടന്ന് മോങ്ങണ്. ആണത്തം അതുണ്ടെന്ന് കാണിക്കണം. നിന്നെ സി അന്വേഷിച്ചു. ഈ പീസ് കാരണം നമ്മളൊക്കെ പടക്കം പിടിച്ച് മരിക്കണോടാ. അതിന് നിന്റെ കുറ്റിയിൽ ഇഞ്ചി മരുന്നുണ്ടാ. ഷൂന്ന് ചോദിച്ചാലോ. സ്നേഹല്ലടാ വലുത്. തീവണ്ടിയാ. മൂപ്പര് നമുക്കുള്ള മാറ്റിച്ചിട്ടുണ്ടാ. സൂതേട്ടാ ബോട്ടിൽ മുട്ടടില്ല. സമയേ നീ ക്ലാസ്സിൽ പോവാൻ നോക്കി. ബോട്ടിൽ മുട്ടയിട്ടെന്താ തിരിയോ? എന്നോട് മിണ്ടാൻ ഞാനില്ല. നമുക്ക് പോവാം. കണക്കാണെങ്കിൽ കിളച്ചേന്റെ താഴെ മണ്ണുണ്ട്, പറഞ്ഞതിന്റെ മേലെ വാക്കുമുണ്ട്. പോട്ടമ്മേ. ആ ശരി മോളെ. ഷാജോ തീപ്പെട്ടി വെടിമരുന്ന് ഒരുമിച്ചാണല്ലോ. വേണ്ട. അല്ല ഇന്നലെ എവിടുന്നോ കിട്ടിയെന്ന് കേട്ടല്ലോ. അത് ഇന്നലെ ഞങ്ങള് ടൂൾസ് എടുക്കാത്തോണ്ടല്ലേ. അപ്പൊ മിനിഞ്ഞാന്ന് കുറുക്കഞ്ചേരിന്ന് കിട്ടിയതോ? വെട്ടിയില്ലേ? അത് ഇവന്റെ മോന്ത കിട്ടല്ലേ? കറണ്ട് പോയിട്ട് കണ്ണാണ്. ഒന്നും മിണ്ടാതിരിക്കും മോളെ. എന്റെ വെട്ടിയെ വെട്ടി. കണ്ണു പൾപ്പായതിന്. ഒന്നും മിണ്ടാതിരിക്കും മോളെ. ഓട്ടോ ഓട്ടോ ഒന്ന് അടങ്ങിയിരിക്കണ്ടോ നീ? എത്ര തവണ പറഞ്ഞു? ദേ കുട്ടികളെ പഠിക്കുന്ന ആളെ ഇരിക്കണേ. അങ്ങോട്ട് ഇട്ടു കൊടുക്കും ഞാൻ. ചേട്ടാ ഒന്ന് ചീത്ത പറയോ? ഭയങ്കരമായിട്ട് വാശി പിടിക്കണു. ഒന്ന് വഴക്ക് പറയട്ടാ. നിന്റെ അപ്പൻ ചത്ത. അയ്യോ ഒന്നും മിണ്ടാതിരിക്കും മോളെ. ഇനി നീ ഇവിടെ കിടന്ന് മോങ്ങിയല്ല. നിന്റെ കാല് വാരി നിലത്തടിച്ച് മതിൽ ഇവിടെ വാൾ പോസ്റ്റ് ആവും. കാണാ മൂക്കളത്തീനി മാറിക്കണം അങ്ങട്. കടവുൾ ഷാജുന്റെ ഏരിയയിൽ ഒന്ന് കളിക്കേ. കടവുൾ ഷാജുന്റെ ഏരിയ ഒന്ന് കളിച്ചാണല്ലോ മണ്ണ് ടെസ്റ്റ് ചെയ്യുന്നേ. മനസ്സിലായാ? മാത്രി മിണ്ടാണ്ടിരിക്കണേ. കൊറേ നേരായില്ലോ എന്റെ അടുത്ത് കളിക്കാൻ തുടങ്ങിട്ട്. ഇതിനെപ്പം എന്തും ചെയ്യാ നിന്നുണ്ടല്ലോ. പേടിച്ചു 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 പേടിച്ചു. അല്ല പിന്നെ എന്റെ അടുത്ത് കളിച്ചല്ല. വല്ല ഉച്ച നേരത്തെ ഉണ്ടാക്കിയതാവും. പട്ടിക്കുണ്ടായതാ. പട്ടി തീട്ടം ഓർഡറേ മൂക്കളീനെ. പൊറോട്ടയാ. എന്റെ ഒരു കാര്യം എന്താ നോക്കണേ? ഇടിച്ചിട്ടില്ല. ഈ ഭാഗത്തേക്ക് വന്ന കടവുൾ ഷാജി ആരെന്ന് അറിയും. അല്ല പിന്നെ എന്തായാലും നോക്കണേ. കണ്ണ കുത്തി പൊട്ടിച്ചാടില്ല ഷാജിയെ. അവന്റെ കൂടി മേടിക്കണ്ടാ. താനിവിടെ വന്നിട്ടാവേ എന്റെ മെക്കിട്ട് കയറാൻ നോക്ക. വല്ലോടത്തും വന്നിട്ട് എന്റെ അണ്ണാക്കിൽ തിരികാൻ നോക്കിയാണല്ലോ. വിവരം അറിയും താൻ കേട്ടാ. ഒന്നും മിണ്ടാതെ പോയ ഷാജു.
വേണ്ട, ശരിയാക്കി തരാം. ഇരുന്നപ്പോ ഈ കുരുപ്പിന് എത്ര ഉയരണ്ടായിരുന്നില്ല. ചേട്ടന് പൊറോട്ട ഞാൻ മേടിച്ചു തന്നാ മതിയാ. അപ്പ ലേലു ഡീട്ടാ സ്കൂട്ടായിക്കോടാ. വെരി ഗുഡ്. പിടിക്കണം. മോനെ ഗോളായിട്ടാ. കൊല്ലടാവനെ. വിട്ടോ വിട്ടോ, അവന് പ്രാന്താ. നല്ല സ്ട്രോങ്ങാ, നീ ഒന്ന് കൊടുത്തോക്ക്. ചായ ഞാൻ അവന്. സാറേ, ഇത് കൊട്ടേഷൻ അല്ലാട്ടാ, ഇവന് പ്രാന്താ, പ്രാന്ത്. ഓ എന്തുട്രാ? ഓ, ഈ കുരുപ്പിന്റെ കുടല് സ്റ്റീലാട്ടാ, സ്റ്റീല്. ജാമ്യത്തിനുള്ള പേപ്പേഴ്സ് കൊണ്ട് ഒന്ന് പോയവിടുന്ന്. ഇതേതാ? ഞാൻ നമ്മളെ പൈനാട്ടാ പക്കളത്തിൽ ഇറക്കിയിട്ടുള്ളോ. എന്തുട്ടെങ്കിലും ഡീലുണ്ടെങ്കിൽ പറഞ്ഞോളോ, ഈ കടവുള നടത്തി തരും. ആരാന്റെ കുണ്ടിയിൽ അപ്പി കണ്ടിട്ടേ പന്നിനെ വളർത്തല്ലേട്ടാ കടവുളെ. ഈ തീട്ടം തിന്നണ പട്ടിക്കുണ്ട സാറേ കുശുവിട്ട മാറ്റം.
ഒരു പണി തന്ന ചെയ്യൂടാ നീ. പറ സാറേ. പണി പാളിയ ഞാനും നീയും വരുന്ന പോവൂട്ടാ. എന്തേ? നല്ല കിഴിയല്ല കിട്ടിയേ. എന്താടാ കാലൻ ബായി ഉണ്ടോ? ആ ഉണ്ട്. വാ കമോൺ. ലീലയിലെ വീട്ടിൽ ആരും ഇല്ലാന്ന് സത്യം ഞാൻ പോയിരുന്നു. ഇതാരാണ് പോയി? ആരാണ്? വണക്കം കടവുളെ. സലാം ബൈ. അപ്പോ എങ്ങനെയാണ് കാര്യങ്ങള്? കാര്യങ്ങളൊക്കെ CI പറഞ്ഞിട്ടില്ലേ? നിന്റെ CI പറഞ്ഞ കേൾക്കാനുള്ള കടവുളെ കൊച്ചിക്കാരനിക്ക് കാലംബായിന്ന് പേരിട്ടിരിക്കണത്. അതറിഞ്ഞിട്ടിരിക്കണ പേര് തന്നെയാണ്. അല്ല ബൈ. ഏയ് അല്ല ബായി അല്ല, കാലംബായി. കടവുൾ അങ്ങനെ വിളിച്ചാ മതി. ഈ പോട്ടികൾക്കൊക്കെ സുല്ലുടർന്ന സിയുടെ ആശ. അയാളുടെ ആശയാങ്കുറെ കണ്ടതാണ്. അതിൽ എനിക്കിട്ട് വെച്ചയാള് 20 ലക്ഷം. അതിപ്പോ വെച്ച എല്ലാ പ്രശ്നവും തീർന്നു. അത് നടക്കില്ല ബൈ. എങ്കിൽ എന്താണ്? I don't just care what you are. I don't need to know who you are. Wada. വാ, പേടിക്കണ്ട, ഒരു കുഴപ്പമുണ്ടാവില്ല. നീ വേഗം വാ, വിനോഷേട്ടൻ കുറെ നേരമായി കാത്തുന്നു. നിന്റെ ഫോൺ ഓഫാണാ? ഞാൻ കുറെ നേരം വിളിക്കാൻ തുടങ്ങിട്ട്. അത് ചാർജ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കാൻ പറഞ്ഞു. വാ കേറ്. വാ നിമ്മി, കുഴപ്പമില്ല, ഞാനില്ലേ കൂടെ. കേറടാ. നീ കേറ്. ചേട്ടൻ വണ്ടി എടുത്തോ? ഏത് വഴിക്കാ പോണേ? നമുക്ക് ആ റൗണ്ടേ കയറിയിട്ടേ ഹൈ റോഡിലേക്ക് കൊണ്ട് കിടക്കാം. ആ സാറേ, നല്ലൊരു അളങ്കൾ കിട്ടിയിട്ടില്ല. ഇല്ല സാറേ, ഇപ്പൊ അങ്ങോട്ട് ചെത്തി ഇറക്കിയുള്ളൂ. ആ ശരി സാറേ. എവിടേക്കായി കത്തിച്ചു വിടുന്നു വണ്ടി? ഒരു വാടകയായിട്ടുണ്ട് സാറേ, നേരത്തെ വണ്ടിക്ക് ഇത്ര സ്പീഡോ? എന്റെ അമ്മോ, എന്താ നിന്റെ മുഖത്തൊരു മാറ്റതാ? അത് പിന്നെ ഞാൻ സൺഗ്ലാസ് ഒക്കെ മാറ്റി കർട്ടൻ ഇട്ടിട്ടാ പണിയില്ലേ? കൊള്ളാലോ. അത് ശരി. കിളി, ഇതിനെ എവിടെ നിന്ന് ചാടിച്ചടാ? അയ്യോ സാറേ, നിങ്ങളൊന്നുമില്ല. സ്റ്റേഷനിലേക്ക് ഇറങ്ങിയാ നമ്മളെ ഇങ്ങോട്ട് ഇറങ്ങിയോ നമ്മളെ. ഓ, ഇപ്പൊ ഇന്നത്തെ ക്ലാസ് വണ്ടിയിലായിരുന്നല്ലേ? ഓ, അതാണ് വാടക വണ്ടിക്കൊരു സ്പീഡ്. വേണ്ട സാറേ, വീട്ടിലറിഞ്ഞ പ്രശ്നവും. അയ്യോ ചതിക്കല്ലേ സാറേ, ഇതെന്റെ വല്യമ്മയുടെ മോനാ. ഒന്ന് സംസാരിച്ചോട്ടെന്ന് കരുതി അകത്ത് കയറ്റിയിരുത്തിയതാ. ഇത് നിന്റെ വെല്ലിച്ചന്റെ മോളല്ലേ? ശരി സാറേ. വാ മക്കളെ വാ, നിങ്ങൾക്കുള്ള മണികളെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പറഞ്ഞു നോക്കിണ്ടല്ലോ അല്ലേ? 20 കൊണ്ടുവന്നിട്ടുണ്ട്. കടവുളേറ്റതാ. ചേട്ടാ കേട്ടോ, എന്നാ ശരി. നമ്മളൊക്കെ കുറച്ച് നാളും കൂടി ഇവിടെ ജീവിച്ചിരിക്കുന്നതായിരുന്നു എല്ലാവരുടെയും ധാരണ. ഇപ്പോ ആ വിശ്വാസം നമുക്ക് ഇല്ലാണ്ടേ.
സലാംബയുടെ പ്രശ്നം ഉണ്ടാക്കിയത് ഞാനല്ലേ, അത് ഞാൻ തന്നെ അങ്ങോട്ട് തീർത്തോളാം. അപ്പൊ അങ്ങനെ പോളടാ. ഇത്ര നാളായിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാഞ്ഞതാ നീ ചെയ്തത്. വലിയ ആർഭാടങ്ങളൊന്നുമില്ലെങ്കിലും അല്ലലും അലട്ടില്ലാതെയായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്. ആ സമയത്താണ് എനിക്ക് ഒരു ട്രാവൽ ഏജൻസിയിലെ ജോലി കിട്ടിയത്. ആരാ? ഗ്രൂപ്പ് വിസയ്ക്ക് പോകാനുള്ള പാസ്പോർട്ടാ. ഒരാഴ്ചക്കകം ശരിയാക്കി കൊടുക്കാൻ പറ്റാൻ ചോദിക്കണേ. ഷാജു, അതെ ഇതൊക്കെ ഫേക്കാ, നമ്പറൊന്നും വെച്ചാവില്ല, നോക്കി നോക്ക്. മാഡം, എല്ലാം യങ്സ്റ്റേഴ്സ് ആണല്ലോ. അതോ, ഞാൻ 15 വർഷമായി പുറത്താ. ഫ്രാൻസില് ഞങ്ങളുടെ മാഡം ലൊറൈൻ ബ്ലാക്കിന് സൂപ്പർ മാർക്കറ്റും മറ്റു ചില ബിസിനസ് സ്ഥാപനങ്ങളും ഉണ്ട്, അതിലേക്കാ. ഒരു 10 മിനിറ്റ് മാഡം, ഇപ്പൊ ശരിയാക്കാം. ടേക്ക് യു ടൈം. പോലീസിനെ വിളിച്ചോ. ആരാ മാനേജർ? ഞാനാ, ഷാജു. എന്താ പ്രശ്നം? ഇതെല്ലാം ഫേക്ക് പാസ്പോർട്ട്സ് ആണ് സർ. നമ്പറൊന്നും മാച്ച് ആവുന്നില്ല. എന്നിട്ട് കക്ഷി എവിടെ? ആ റൂമിന്റെ അകത്തിരുത്തിണ്ട്. ഒരു ലേഡിയാ. പിടിച്ചു കയറ്റിക്കോ, സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദിക്കാം. നിങ്ങളും കൂടി ഒന്ന് വാ. ട്രാവൽസ് എന്തോലും കള്ള പാസ്പോർട്ട് ഉണ്ടാക്കിയതാ പന്നി. മാഡം പേടിക്കണ്ട, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അയ്യോ, ഞാനല്ല സാറേ, ഇവരതെല്ലാം കൊണ്ടുവന്നത്. ഞങ്ങൾ തെളിയിച്ചോളാം. മാഡം പോയിക്കോളൂ, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഒരു മാനേജർ. പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി കച്ചവടം ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പിന്റെ ഏജന്റ് ആയിരുന്ന ലൊറൈൻ ബ്ലാക്കിന്റെ സഹായിയായിരുന്നു ആ സ്ത്രീ. ഇതിപ്പോ ദേവിക്ക് തുള്ളിയിട്ട് മുത്തപ്പനായി എന്ന് പറഞ്ഞ പോലെയായി. വെറുതെ ഒരു ആവേശത്തിന് ആ ശവത്തിന്റെ അടുത്ത് കിടക്കണ വാളെടുത്തൊന്ന് വീശി പോസിട്ടതാ. ഇപ്പൊ എന്തായി? ചെയ്തോരെ കാണുങ്ങള് നമ്മളൊന്നാം പ്രതി. വരണ്ട. എന്താ എന്റെ പേര്? രഞ്ജൻ നായർ. ഞാൻ ബാലൻ, SC/ST. Glad to meet you. അധികാര വടംവലികൾക്കിടയിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരിനം പാമ്പ്. എന്റെ മോൻ പാവാ, അവനങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ? കള്ള പാസ്പോർട്ട് ഉണ്ടാക്കി പെണ്ണുങ്ങളെ കയറ്റി അയക്കല ഇവന് പണി. മോന അഴി എണ്ണും. എനിക്കൊന്നും അറിയില്ല. അതെ, ഇത് പോലീസ് സ്റ്റേഷനാ.
ഇവിടെ ആരും ചത്തിട്ടില്ല ഇങ്ങനെ കൂട്ടിക്കുറുക്കി കരയാൻ. രണ്ടിനെയും പിടിച്ച് പുറത്താക്കണോ? കേസാ ഊരിപ്പോരാൻ കുറച്ച് ബുദ്ധിമുട്ടാ. ചിലപ്പോ CA വിചാരിച്ച എന്തും ചെയ്യാൻ പറ്റുമായിരിക്കും. നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ, കാശും പുത്തനൊന്നും ഇല്ലാത്തതല്ലേ, ചെന്ന് പറഞ്ഞു നോക്ക്. സാർ എവിടെ ഉണ്ടാവുക? സാറ് ഫ്ലാറ്റിലുണ്ടാവും. ആ എങ്കിൽ ജീപ്പെടുത്തോ. ആങ്ങളെന്നെ ഇങ്ങനെയൊക്കെയല്ലേ സഹായിക്കാൻ പറ്റുള്ളൂ. വാ മോളെ. മോള് മാത്രം പോയാൽ മതി. നീതിയും നിയമമൊക്കെ സാത്താന്റെ അകത്തളം പോലെയായിരുന്നു. എന്തിനും ഏതിനും പണം. പണത്തിന് വേണ്ടി രാത്രിയെ പകലാക്കാനും പകലിനെ രാത്രിയാക്കാനും നിയമത്തിന്റെ കുപ്പായമിട്ടവർ മത്സരിക്കുമായിരുന്നു. അമ്മേനെയും പെങ്ങളെയും കൊന്ന് ജീവനൊടുക്കാൻ തീരുമാനിച്ചതാ. അന്ന് സ്റ്റേഷനിലുണ്ടായിരുന്ന ഇവരൊക്കെയാ എങ്ങനെയെങ്കിലും ജീവിക്കണം എന്ന വാശി എനിക്ക് തന്നത്. ഒരിക്കൽ ജയിലിൽ കയറിയ ആണും ഒരിക്കൽ പഠിച്ച പെണ്ണും നമ്മുടെ നാട്ടുകാരുടെ കണ്ണില് എന്നും നശിച്ചവരാ. നമ്മള് എങ്ങനെയൊക്കെ നന്നായി ജീവിച്ചാലും ഈ ജീവിതത്തിന്റെ താളം തെറ്റിയാണ്ടല്ലോ, പിന്നെ ഒക്കെ ഒരു കാട്ടിക്കൂട്ടിലാ. ഇവരൊക്കെ CI ചക്കമ്പനും SIയും കൂടി അന്വേഷിച്ചതാ, നിന്നെ എൻ്റെ അടുത്ത് ഇറക്കിയ പോലെ. എല്ലാവർക്കും ഉണ്ടായിരുന്നു ചെറിയ ചെറിയ സ്വപ്നങ്ങൾ. ചാവാൻ തയ്യാറാണ്. വെറുതെ ആവരുത്. വിഷം പുരട്ടി അമ്പുകൾ ഉയരെടുക്കാൻ വരുന്നതിന് മുമ്പ് ചങ്കറുക്കണം. തേറ്റമുണ്ട്. Burning wildfire, born to be wilderness. നിങ്ങൾ കാണിക്കണേ എന്തടി മാറി മതിയാവോളം കള്ളം കുടിച്ച് കഴപ്പം തീർത്തിരിക്കുക പന്നി. ചിരിക്കണോക്ക് ക്ഷീമപ്പോർക്ക്. എടാ കോഴിമുട്ടയുടെ വലിപ്പില്ലല്ലോ ആ പെണ്ണിന്. അവളൊന്നും ഈ മുണ്ടിന്റെ തിരിപ്പിൽ ഒളിപ്പിക്കാൻ പറ്റില്ല അത്ര. താനൊക്കെ ഏത് കോത്താഴത്തിന് മുതലാളിയിടോ? ചാത്തൂന്ന് കരുതി പാളത്തിലിടാൻ കരുതിയതാ ഞാൻ.
വളന്ന് കോപ്പിലെ വർത്താനം വേണ്ട കേട്ടാ. ഇന്ന് വരെ ചക്കമ്മന്റെ ചങ്ങല പൊടിച്ചിട്ടേ ഒരുത്തും കടന്നിട്ടില്ല. അതിന്റെ പേരിൽ എന്തുണ്ടായാലും ഈ പണങ്കാടൻ നോക്കി ആ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള 15 കേറ്റയക്കട. ഇതെന്താ കൊട്ടടക്കേ ചാക്കിലാക്കാൻ? ദേ പറഞ്ഞ 12 കോടി റെഡിയാ. സെക്കൻഡുകളും മതിയിട്ടാ ചക്കമ്പന്. 10 വിട്ട് 1 കൂടി 11 കോടി. ഇനി അതിന് തർക്കല്ല. ഈ പണങ്ങാനോടെ കളി. എന്തായി കിട്ടിയ? ആ കോളിക്കറി വീട്ടിൽ നിരപ്പാക്ക്. ഓക്കെ. എന്ത് ഭ്രാന്തായി കാണിക്കണേ? എനിക്ക് ഭ്രാന്ത. ഒന്ന് കൊന്നതാടാ നീ എന്നെ. എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനായി ജീവിക്കണ്ട. രാപ്പകലില്ലാതെ ചൂടും പൊടിയും തന്ന് പോറ്റി ഉണ്ടാക്കിയതാടാ ഇതിന്. നിനക്കറിയില്ലേ എന്റെ മോളെ കൂടെ നടക്കണ ആ ചെറുക്കനെ അവൻ കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാൻ സഹിച്ചല്ലടാ. അവനെ കൊന്ന് 5-6 പേരെന്റെ മോളെ. വാടി എണീടി. എന്താ ഇവള് പോലീസിന്റെ ഇന്ന് രക്ഷപ്പെട്ടവളാ. ഞങ്ങളെ കൊന്നിട്ട് കൊണ്ടുപോയാ മതി. എങ്കിലും അങ്ങനെ ഞാനല്ലെങ്കിൽ മറ്റൊരാള് ഇവളെ കൊണ്ടുപോകും. കൊണ്ടുപോയിക്കോ. ശവം തീനകൾക്ക് കൊണ്ടുപോയി കൊടുക്കേ. നിന്റെ വർഗ്ഗക്കാരടക്കം 5-6 പേര് കയറി ഇറങ്ങി ഇവളുടെ മേത്ത്. ഇനിയും കളച്ചെടുത്ത് തരിച്ചു നിൽക്കുന്നവർക്ക് നീ ഉടുപ്പടിച്ച് കിടന്നു കൊടുക്കടി. നോയിന്റെ മോളെ ഞാൻ കൊറേ കിടന്നതാടാ. ഇപ്പോ ഇവളെ പോലുള്ളവർക്കാ ഡിമാൻഡ്. എന്റെ കാര്യങ്ങൾ നടത്താൻ ഒരു മുഖം, പിന്നെ നിന്നെയൊക്കെ രക്ഷിച്ചെടുക്കാൻ വേറൊരു മുഖം. ഈ 2 കളി ഒരുപോലെ കളിച്ചതുകൊണ്ടാ പിടിയെന്ന് പറഞ്ഞ് കോൺസ്റ്റബിൾ രേഖ SI രേഖയായത്. നീയൊക്കെ എന്റെ കളി തീർത്താലും ഇവളുമാരൊന്നും രക്ഷപ്പെടില്ല. ഇവിടെ പോലെ കുറെ എണ്ണത്തെ CI നാളെ ഇവിടുന്ന് കടത്തും. തീർക്കാൻ പറ്റുമോ നിനക്ക്? വഴി ഞാൻ ഉണ്ടാക്കിത്തരാം. ലോറൻസ് എണ്ണം തഞ്ഞോ?
to do is deal with the things and get the girl to the airport. Once they're in there, I'll cover everything. But now, you just stop with this morning argument and you get the girl to the airport, okay? Hey, once a girl is boarded, then I have no dealings with anybody. So first cash, then deal. That's the way me, Chakam and Sabu deals with. Got it? ഇതെത്ര? 2 CR. അപ്പൊ ബാക്കിയ അവള് ചാടിപ്പോയില്ലേ? ഇടക്കാടപ്പോർക്കെ അവള് നിന്റെ കാലിലിടങ്ങല്ലേ പോയത്? ഞാൻ കളിക്കണതേ ചക്രത്തിനാ. അത് വെക്കടാ. I don't care about the money. I just need the girls, okay? നീയൊക്കെ ചാവണ്ട സൈസാ അല്ലേ സാറേ? എന്താടാ നായേ, ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളെ വാരിക്കൂട്ടിക്കൊണ്ടിരുമ്പോ നീ സാറിനിട്ട് പണിയാ? പണ്ട് കിരീടം വെച്ച നിന്റെ വർഗം ഈ മണ്ണിന്റെ മക്കളെ പാട്ടിലാക്കി തിന്ന് രസിച്ചിരുന്നു. എന്നിട്ട് നിന്റെയൊക്കെ പരമ്പരകളെ വാഴ്ത്തിപ്പാടാൻ കുറെ ഇതിഹാസങ്ങളും പടച്ചിട്ടു. കാടേറി ഭീമനെ ഒരട്ടക്കുഞ്ഞിനെ പോലും കടിയാക്കാതെ കാത്തതിന് ഇരുമ്പിക്ക് പകരം കിട്ടിയ എന്താണെന്ന് അറിയില്ലേ? ആ ഭീമകടമൊക്കെ ചാടാ ഞാൻ, കാടിന്റെ സന്തതി. നീയൊക്കെ വെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഈ മണ്ണിന്റെ പൂർണ്ണാവകാശി. നിന്റെയൊക്കെ പകടകളി ഇനി ഈ ഭൂമി പുറത്ത് വേണ്ട. കുറെ കാലം നിന്റെ പുറകെ കൂടിയിട്ട്, പക്ഷെ നീ പിടികൊടുക്കാതെ ഒളിച്ചു നടക്കായിരുന്നു. ഇനി നീ വൈകണ്ട, പോയിക്കോ നീ.